രോഗങ്ങൾ മാറ്റുന്ന തമ്പുരാനേ, സൗഖ്യദായക ആരാ? രണ്ട് കര ഉയർത്തി യേശുവേ. രോഗങ്ങൾ മാറ്റുന്ന തമ്പുരാനേ, സൗഖ്യദായക ആരാധന. രോഗങ്ങൾ മാറ്റുന്ന തമ്പുരാനേ, സൗഖ്യദായക ആരാധന. മോചനമേകുന്ന ദൈവപുത്ര, മോചകാരാധന. മോചനമേകുന്ന ദൈവപുത്ര, മോചകാരാധന. കരങ്ങൾ വീശി ആരാധന, 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 ആരാധന. ത്രിയേക ദൈവമേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. എല്ലാവരും ചേർന്ന് സർവശക്തനായ ദൈവമേ, സർവശക്തിയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒപ്പമാകുവാനായി അപ്പമായി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദിവ്യകാരുണ്യനാഥന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദിവ്യകാരുണ്യ യേശുവയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കാം. കണ്ണുകളുയർത്തി ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കാം. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന്. പ്രകാശത്തിന്റെ മക്കളാകുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ച ഈ പ്രകാശദാതാവായി യേശുവിനെ നീ നിന്റെ ജീവിതത്തിലെ നിന്റെ പ്രാർത്ഥനകളിലൂടെ, നിന്റെ നിയോഗത്തിലൂടെ, നിന്റെ ആഗ്രഹത്തിലൂടെ അനുഭവിച്ചറിയുവാനായിട്ട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള ആഗ്രഹമാകുന്ന ആ ദാഹവുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടു കൂടി വന്നിരിക്കുന്ന എല്ലാവരിലേക്കും അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് അരുൾ ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വരുമാന മാർഗങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള മേഖലകൾ, കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, മത്സ്യബന്ധന മേഖലകൾ, കാർഷിക വിളവുകൾ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഈ നിയോഗങ്ങളിലൂടെ അവിടുത്തെ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവേ വിളിച്ചാൽ വെളിപ്പുറത്ത് അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന സ്വരത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ അവിടുത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹാല 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 ഹാല. യേശുവേ നന്ദി സ്തുതിക്കുന്നു. ഹാല 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 ഹാല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പഠനത്തിനായിട്ട് പോകുന്ന എല്ലാ മക്കളെയും സ്കൂളിലും കോളേജിലും അതുപോലെ ഇന്റർവ്യൂവിനും മറ്റുള്ള പ്രൊഫഷണൽ സ്റ്റഡീസ് പഠനങ്ങളെല്ലാം നടത്തുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവും വിവേകവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദിവ്യകാരുണ്യ യേശുവിന്റെ ആശീർവാദത്തോടുകൂടെ പരിശുദ്ധ IMS അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ നിറവില് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വരദാനങ്ങള് ഈ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പഠനത്തിനായിട്ട് പോയ എല്ലാ മക്കളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായി ഇന്ന് ഈ വിദ്യാരംഭം കുറിക്കുന്ന മക്കളെ സമർപ്പിച്ച് ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദീപികാരുണ്യ യേശുവിന്റെ ആശീർവാദത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഇന്ന് ആശീർവദിക്കപ്പെടുന്ന ഈ ആഹാര പദാർത്ഥത്തെയും അവ സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞു പൈതങ്ങളെയും ദിവ്യകാരുണ്യ യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാം ഈ മക്കളിലൂടെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഈ ആഹാര പദാർത്ഥങ്ങളെ സ്വീകരിക്കുന്ന ഈ മാത്രയിൽ തന്നെ അമ്മയുടെ ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ എന്ന് ദിവ്യകാരുണ്യ യേശുവിന്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഈ ആഹാര പദാർത്ഥം സ്വീകരിക്കുന്ന മാത്രയിൽ തന്നെ ഈ മക്കളിൽ നിന്നും ആന്തരികവും ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ അധീന ശക്തികളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് രോഗത്തിന്റെ അധീന ശക്തികളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഈ മക്കൾ ആത്മാവ് നൽകുന്ന ആനന്ദവും സന്തോഷവും ജ്ഞാനവും ബുദ്ധിയും വിവേകത്തോടുകൂടെ ജീവിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ ഈ കുഞ്ഞു പൈതങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വരത്തിൽ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, സ്തുതിക്കുന്നു. ഉദരത്തിൽ ഉരുവാകും മുൻപേ ഈശോ നിന്നെ അറിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം കർത്താവേ. ഞങ്ങളുടെ കർത്താവേ, യേശുവേ ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകത്താരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകത്താരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജം, മണ്ണിടത്തിനു ജീവനെ സ്വർഗഭോജം. രാജാവെഴുന്നള്ളുന്നു, നാഥലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. യേശുവേ സ്തോത്രം കർത്താവേ.
യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവേ ദാവീദിനോട് കരുണ തോന്നണമേ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ ദാവീദിന്റെ പുത്രനായ യേശുവേ യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ ദാവീദിന്റെ പുത്രനായ യേശുവേ ആയിരിക്കണമേ ദാവീദിന്റെ പുത്രനായ യേശുവേ യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവേ ഞങ്ങളോട് ദാവീദിനെ ആയിരിക്കണമേ യേശുവേ ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധകാരുണ്യമേ വന്ദനം, ആരാധനാദിനം സ്തുതിയരുളിടം പരനേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധകാരുണ്യമേ വന്ദനം, ആരാധനാദിനം സ്തുതിയരുളി